ഹായ് ഫ്രണ്ട്സ്, ചെസ് മാസ്റ്റർ അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിലെ ചെസ് സെൻസേഷനായി മാറിയ ഗുകേഷ് തോമരാജു, 17 വയസ്സ് മാത്രമുള്ള കാൻഡിഡേറ്റ്സ് വിന്നർ ഡി ഗുകേഷ്, മാഗ്നസ് കാൾസനെ 2022 തോൽപ്പിച്ച ഗെയിമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. എയിം ചെസ് മെൽറ്റ് വാട്ടർ ചാമ്പ്യൻഷിപ്പ് 2022. ഗുകേഷ് ഇവിടെ വൈറ്റ് പീസുകൾ എടുത്തുകൊണ്ട് മാഗ്നസ് കാൾസനെ അറ്റാക്ക് ചെയ്ത് വിജയിക്കുന്ന ഈ ഗെയിം എല്ലാവരും കാണുക, പൂർണ്ണമായും കാണുക. ഗെയിം നടന്നിരിക്കുന്നത് ഫ്രഞ്ച് ഡിഫൻസ് എന്ന ഓപ്പണിങ്ങിൽ. ഗുകേഷ് ഇവിടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. പോൺ E4, മാഗ്നസ് പോൺ E6 കളിച്ച് ഫ്രഞ്ച് ഡിഫൻസിലേക്ക് പോകുന്നു. ഉടൻ വരുന്നു പോൺ D4, പോൺ D5. ഫ്രഞ്ച് ഡിഫൻസിൻ്റെ മെയിൻ മൂവ്സ് ആണ് ഇത്. നൈറ്റ് C3ലേക്ക് വരുന്നു, ക്ലാസിക്കൽ വേരിയേഷൻ. ഇവിടെ മാഗ്നസ് ഉടൻ നൈറ്റ് F6 കളിച്ചുകൊണ്ട് സ്റ്റൈനിറ്റ്സ് വേരിയേഷനിലേക്ക് കിടക്കുകയാണ്. ഫ്രഞ്ച് ഡിഫൻസിൻ്റെ സ്റ്റൈനിറ്റ്സ് വേരിയേഷൻ. പോൺ E5ലേക്ക് വരുന്നു, നൈറ്റിൽ അറ്റാക്ക്. നൈറ്റ് തിരിച്ചു പോകുന്നു D7ലേക്ക്. പോൺ വരുന്നു F4. ഇത് മെയിൻ മൂവാണ് സ്റ്റൈനിറ്റ്സ് വേരിയേഷനിൽ. ഇവിടെ വരുന്നു പോൺ C5, സെൻട്രൽ ബ്രേക്ക്. നൈറ്റ് F3, നൈറ്റ് C6, നോർമൽ ഡെവലപ്പിംഗ് മൂവ്സ്. ബിഷപ്പ് E3, പോൺ A6, ക്വീൻ സൈഡ് പോൺ സ്റ്റോം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഉടൻ വരുന്നു ക്വീൻ D2, പോൺ B5. ഇവിടെ ഈ ഒരു പൊസിഷനിൽ പോൺ ടേക്സ് പോൺ, ബിഷപ്പ് ടേക്സ് പോൺ, ബിഷപ്പ് ടേക്സ് ബിഷപ്പ്, നൈറ്റ് ടേക്സ് ബിഷപ്പ്. ഇവിടെ വരുന്നു ബിഷപ്പ് D3, ക്വീൻ B6. മാഗ്നസ് ഇവിടെ ക്വീൻ സൈഡിൽ തൻ്റെ പീസുകളെ കൊണ്ടുവരികയാണ്. ഇനി ഉടൻ തന്നെ പോൺ സ്റ്റോം വരും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാസ്ലിംഗ് ഏത് സൈഡിൽ നടത്തണമെന്ന് ഇപ്പോഴും ഗുകേഷിന് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പൊസിഷൻ ഇല്ല. കാരണം ഇങ്ങോട്ടേക്ക് കിങ് സൈഡ് കാസ്ലിംഗ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് കാണാം അത് ക്വീനിൻ്റെ ലൈനിൽ വരും. നൈറ്റ് കൊണ്ട് ഒരു ഡിസ്കവേർഡ് അറ്റാക്ക് നടത്താൻ പറ്റും. അതേപോലെ ക്വീൻ സൈഡിൽ കാസ്ലിംഗ് നടത്തി കഴിഞ്ഞാൽ പോൺ സ്റ്റോം നടത്തിക്കൊണ്ട് അവിടെയും പെട്ടെന്ന് തന്നെ കിങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ മാഗ്നസിന് പറ്റും. അതുകൊണ്ട് ഇവിടെ കാസ്ലിംഗ് നടത്താതെ ക്വീൻ F2, ഇനി ആ ഒരു ലൈൻ കട്ട് ചെയ്ത് കാരണം കിങ് സൈഡ് കാസ്ലിംഗ് സാധ്യമാണ്. ഇവിടെ വരുന്നു പോൺ B4, ഒരു നൈറ്റിൽ അറ്റാക്ക്. നൈറ്റ് E2ലേക്ക് മാറുന്നു. അപ്പോൾ പോൺ A5. മാഗ്നസ് ഇവിടെ ക്വീൻ സൈഡിലാണ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉടൻ വരുന്നു കാസ്ലിംഗ് കിങ് സൈഡ്. വരുന്നു ബിഷപ്പ് A6. ഇവിടെ ഒരു ബിഷപ്പ് ട്രേഡ് നടത്താൻ പോവുകയാണ്. നമുക്കറിയാം ഇവിടെ ഫ്രഞ്ച് ഡിഫൻസിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ലൈറ്റ് സ്ക്വയറുള്ള ബിഷപ്പ് ഒരു വീക്ക് ബിഷപ്പാണിത്. കാരണം ഇതിന് ഫ്രഞ്ച് ബിഷപ്പ് എന്നൊക്കെ പറയും. കാരണം ഈ ഒരു മൂവ് നമ്മൾ കളിക്കുന്നതോടുകൂടി ഫ്രഞ്ച് ഡിഫൻസിൽ നമുക്ക് കാണാം മിക്ക പോണുകളും ലൈറ്റ് സ്ക്വയറിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബിഷപ്പിന് കൂടുതൽ മൂവ് ചെയ്യാൻ സാധ്യമല്ല, എല്ലാവരുടെയും ബ്ലോക്ക് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഇതൊരു ബാഡ് ബിഷപ്പാണ്. ബ്ലാക്കിനെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് ആ ഒരു ബിഷപ്പിനെ, വൈറ്റിൻ്റെ ഗുഡ് ബിഷപ്പിനെതിരെ ട്രേഡ് ചെയ്യാൻ സാധിച്ചാൽ ഒരു നല്ല കാര്യമാണ് ബ്ലാക്കിന്. ഇവിടെ വരുന്നു പോൺ F5, ഒരു പോൺ സാക്രിഫൈസ്. കാണാം ഈ ഒരു പോണിനെ സാക്രിഫൈസ് ചെയ്തതാണോ. ഇവിടെ ബിഷപ്പ് ടേക്സ് പോൺ കളിക്കാമല്ലേ തിരിച്ച്. എന്നാൽ ഇവിടെ ഗുകേഷ് പോൺ സാക്രിഫൈസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം. പോൺ ടേക്സ് പോൺ കളിക്കുന്നു, അപ്പോൾ തിരിച്ച് ബിഷപ്പ് കൊണ്ട് വെട്ടുന്നില്ല. നൈറ്റ് F4. ഇവിടെ ഈ ഒരു പോൺ സാക്രിഫൈസ് കൊണ്ട് ഉദ്ദേശിച്ചത് ഈ ഒരു നൈറ്റിന് അവിടെ ഒരു സ്ക്വയർ വെക്കേറ്റ് ചെയ്ത് കൊടുക്കുകയായിരുന്നു ഈ ഒരു പോൺ. ഓക്കെ, അതൊരു ക്ലിയറൻസ് സാക്രിഫൈസ് ആയിരുന്നു. ഇവിടെ നമുക്ക് കാണാം ഈ ഒരു നൈറ്റ് നല്ലൊരു പൊസിഷനിലേക്ക് വന്നിരിക്കുകയാണ്. നല്ലൊരു അറ്റാക്കിംഗ് സ്ക്വയർ. ഗുകേഷ് അറ്റാക്ക് മോഡിൽ തന്നെയാണുള്ളത്. ഇവിടെ നൈറ്റ് E7ലേക്ക് വരുന്നു. പോൺ E6. ഇവിടെ ഒരു സ്ട്രോങ് പോൺ വന്നിരിക്കുകയാണ്. ഇവിടെ പോൺ ടെക്സ് പോൺ കളിച്ചുകൊണ്ട് ഇവിടെ കിങ് സൈഡ് വീക്ക്നെസ്. ഓക്കെ, എന്നാൽ മാഗ്നസ് ഉടൻ തന്നെ അത് പോൺ F6 കളിച്ചുകൊണ്ട് ആ ഒരു പോണിനെ ലോക്ക് ചെയ്യാണ് ഇവിടെ. എന്നാൽ ഈ ഒരു പോൺ മാഗ്നസിൻ്റെ പൊസിഷനിൽ തൊണ്ടയിൽ കുടുങ്ങിയ ഒരു മുള്ളു പോലെ നിൽക്കുകയാണ്. ഈ രണ്ട് സ്ക്വയറും കൺട്രോൾ ചെയ്തുകൊണ്ട് കിങ്ങിൻ്റെ എസ്കേപ്പ് സ്ക്വയേഴ്സിനെ അത് എടുത്ത് മാറ്റിയിരിക്കുകയാണ്. ഇവിടെ വരുന്നു റൂക്ക് C1. ഇവിടെ പോണിനെ മുന്നോട്ട് മാറ്റിയതിന് ശേഷം, എക്സ്ചേഞ്ച് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ഒരു ഫയൽ കൺട്രോൾ ചെയ്യാനുള്ള ശ്രമം. ഉടനെ മാഗ്നസ് കാസ്ലിംഗ് കിങ് സൈഡ് നടത്തുന്നു. ഇപ്പോഴും മാഗ്നസ് ഒരു പോൺ അഡ്വാൻറ്റേജിലാണുള്ളത്. അതും 16 വയസ്സുള്ള ഗുകേഷിനെതിരെ ഒരു പോൺ അഡ്വാൻറ്റേജിലാണ് മാഗ്നസ് ഉള്ളത്. അതുകൊണ്ട് മാഗ്നസ് ഇതൊക്കെ സിമ്പിളായി വിജയിക്കാം അല്ലേ. നോക്കാം നമുക്ക്. പോൺ C3, ആ ഒരു ഫയൽ ക്ലിയർ ചെയ്യാൻ നോക്കുന്നു. എന്നാൽ ഇവിടെ പോൺ ടെക്സ് പോൺ കളിച്ചുകൊണ്ട് ഇവിടെ നൈറ്റിൽ അറ്റാക്ക് വരും. അത് മാത്രമല്ല ഈ നൈറ്റിനെ മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ക്വീൻ ഇവിടെ അറ്റാക്കിലാണുള്ളത്, മാറ്റാൻ പറ്റില്ല അല്ലേ. മാറ്റിക്കഴിഞ്ഞാൽ ക്വീനിനെ വെട്ടും. അതുകൊണ്ട് ഇവിടെ ക്വീൻ മാറുകയാണ് ആ ലൈനിൽ നിന്നും. ആദ്യമായി ക്വീൻ D6. അപ്പോൾ ആദ്യം ബിഷപ്പ് ടേക്സ് ബിഷപ്പ്. ഇവിടെ നമുക്ക് കാണാം ഈ ഒരു ക്വീൻ ഇവിടെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ആ ബിഷപ്പിനെ തിരിച്ചടിക്കുകയാണ്. കാരണം വൈറ്റിൻ്റെ ഗുഡ് ബിഷപ്പിനെയാണ് ബ്ലാക്കിന് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അതുമാത്രമല്ല ഇവിടെ ഒരു പോൺ എക്സ്ചേഞ്ച് ഒക്കെ നടന്നു കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു റൂക്ക്
വളരെ നല്ലൊരു അറ്റാക്കിംഗ് മോഡിലേക്ക് വരും അല്ലേ? എന്നാൽ മാഗ്നസിനെതിരെ ഗുകേഷ് ആ ഒരു പോണിനെ കൂടി സാക്രിഫൈസ് ചെയ്യുകയാണ്. നമുക്ക് നോക്കാം. ഗെയിം നടക്കുന്നത് പോൺ ടേക്സ് പോൺ. ഇവിടെ ആദ്യമേ പോൺ ടേക്സ് പോൺ കളിക്കുന്നതിന് പകരം ആ ഒരു നൈറ്റ് ഇപ്പോൾ അറ്റാക്കിലാണുള്ളത്. ഇവിടെ ക്വീൻ, റൂക്ക് എല്ലാം അറ്റാക്കിൽ വന്നിരിക്കുകയാണ്. ഇവിടെ വേണമെങ്കിൽ ക്വീൻ ടേക്സ് നൈറ്റ് ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലേ? എന്നാൽ ഇവിടെ നൈറ്റ് തിരിച്ചു പോവുകയല്ല, നൈറ്റ് അറ്റാക്കിലേക്ക് വരികയാണ്. നൈറ്റ് E4 ക്വീനിൽ അറ്റാക്ക്. ക്വീൻ E3 കളിച്ചുകൊണ്ട് ഇവിടെ നൈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഇവിടെ മാഗ്നസിൻ്റെ നൈറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ വന്നിരിക്കുകയാണ്. അറ്റാക്കിംഗ് മോഡിൽ വരികയാണ്. ഇവിടെ എക്സ്ചേഞ്ച് ചെയ്തതിന് ശേഷം റൂക്ക് അറ്റാക്കിൽ വരും. ക്വീൻ ഇവിടെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു പോണിനെ വെട്ടാം. പിന്നീട് ഇങ്ങനെ ഉള്ള ഒരു അറ്റാക്കിംഗ് കോമ്പിനേഷൻ ഇവിടെ നൈറ്റ് ഉള്ളത് കൊണ്ട് ഇതിനെ ഇപ്പോൾ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ വരുന്നു പോൺ ടേക്സ് പോൺ. അപ്പോൾ ഈ ഒരു പോണിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് നൈറ്റ് D4 ഗുകേഷ് വീണ്ടും അറ്റാക്കിംഗ് മോഡിൽ വരികയാണ്. മറ്റേ നൈറ്റിനെയും കൊണ്ടുവന്നിരിക്കുകയാണ് അറ്റാക്കിൽ. ഇവിടെ നമുക്ക് കാണാം 2 നൈറ്റുകളും ഈ ഒരു പോൺ E6നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അത് മാത്രമല്ല ഈ ഒരു നൈറ്റ് എപ്പോൾ വേണമെങ്കിലും ഗെയിമിലേക്ക് വന്നുകൊണ്ട് ക്വീനെയൊക്കെ അറ്റാക്ക് ചെയ്യും. ഫ്രീ ആയി കിട്ടിയ പോണിനെ വീണ്ടും എടുക്കുകയാണ് മാഗ്നസ് ഇടിച്ച് കയറുകയാണ്. എന്നാൽ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ നോക്കുകയാണ് ഗുകേഷ്. ആദ്യം വരുന്നു നൈറ്റ് B5 ക്വീനിൽ അറ്റാക്ക്. ക്വീൻ E5ലേക്ക് മാറുന്നു. ഇവിടെ പോണിൽ അറ്റാക്ക്. എന്നാൽ ആ പോണിലുള്ള അറ്റാക്ക് തികച്ചും വകവെക്കാതെ ഗുകേഷ് വീണ്ടും മുന്നേറുകയാണ്. C7 ഈ ഒരു നൈറ്റിൽ അറ്റാക്ക്. ഇവിടെ വെച്ച് മാഗ്നസ് റൂക്ക് E8ലേക്ക് കളിക്കുകയാണ്. ഇവിടെ അതിന് പകരം ഈ ഒരു നൈറ്റിനെ G6ലേക്ക് കളിക്കാമായിരുന്നു. എന്നാൽ മാഗ്നസ് കളിക്കുന്നത് റൂക്ക് E8. ഉടൻ തന്നെ വരുന്നു ക്വീൻ B6 ഒരു കില്ലർ മൂവ്. ഈ ഒരു പോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് മാത്രമല്ല, ഇവിടെ ഒരു ത്രെട്ട് എന്താണ്? റൂക്ക് ടേക്സ് നൈറ്റ്. കാരണം ഇവിടെ ഏതെങ്കിലും ഒരു കളിക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ ക്വീൻ ടേക്സ് പോൺ കളിച്ചാൽ ഉടൻ വരും റൂക്ക് ടേക്സ് നൈറ്റ്. ഇവിടെ റൂക്ക് ടേക്സ് റൂക്ക് കളിച്ചാൽ ക്വീൻ ചെക്ക്, ബ്ലോക്ക് ചെയ്താൽ ക്വീൻ ടേക്സ് റൂക്ക് ചെക്ക് മേറ്റ്. അതാണ് ഇവിടെയുള്ളൊരു പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇവിടെ ക്വീൻ ടേക്സ് പോൺ സാധ്യമല്ല. ഇവിടെ വേറെ എന്ത് കളിക്കും? ഇവിടെ പ്രത്യേകിച്ച് നല്ലൊരു മൂവില്ല. കാരണം ഇനി ഈ ഒരു ക്വീൻ കൂടി ട്രാപ്പിലാവാൻ പോവുകയാണ്. ഇവിടെ നൈറ്റ് കൊണ്ട് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്വീനിന് മാറാൻ പ്രത്യേകിച്ച് സ്ക്വയേഴ്സ് ഇല്ലാതെ വരും. ഈ എല്ലാ സ്ക്വയേഴ്സും വൈറ്റിൻ്റെ പീസസ് ഗാർഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്വീൻ ട്രാപ്പിലാവാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ ഒരു പൊസിഷനിൽ വെച്ച് മാഗ്നസ് നൈറ്റിനെ തിരിച്ചു വലിക്കുകയാണ്. നൈറ്റ് G5 ക്വീനിന് പോകാനുള്ള സ്പേസ് കൊടുക്കുന്നു. അതേപോലെ നൈറ്റ് ഡിഫെൻസീവിലേക്ക് വരുന്നു. ഈ ഒരു പോണിൽ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു റിട്രീറ്റ് മൂവ്, ഡിഫെൻസീവ് മൂവ്. എന്നാൽ ആ ഒരു മൂവോടുകൂടി ഈ ഒരു നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരികയാണ് മാഗ്നസിന്. ഇവിടെ റൂക്ക് ടേക്സ് നൈറ്റ് വരുന്നു. അപ്പോൾ റൂക്ക് E8ലേക്ക് മാറുന്നു. കാരണം റൂക്ക് ടേക്സ് റൂക്ക് കളിച്ചു കഴിഞ്ഞാൽ അത് ചെക്ക് മേറ്റ് ആവും. നേരത്തെ പറഞ്ഞ പോലെ ക്വീൻ കൊണ്ട് ചെക്ക്, പിന്നെ ചെക്ക് മേറ്റ്. അതുകൊണ്ട് തന്നെ ഇവിടെ റൂക്ക് E8ലേക്ക് മാറുകയാണ്. അതിനുശേഷം ക്വീൻ C7 ഒരു ക്വീൻ ട്രേഡ് ഓഫർ ഗുകേഷിൻ്റെ ഭാഗത്തു നിന്നും. കാരണം ഒരു നൈറ്റ് ഇപ്പോൾ കൂടുതലായി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്വീൻ ട്രേഡ് കഴിഞ്ഞാൽ പിന്നെ ഒരു നൈറ്റ് അപ്പാണ് ഗുകേഷ്. എന്തായാലും വിജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇവിടെ മാഗ്നസ് ട്രൈ ചെയ്യാണ്. ക്വീൻ E3 ചെക്ക് കൊടുത്തുകൊണ്ട് ഒരു കൗണ്ടർ അറ്റാക്കിന് ട്രൈ ചെയ്യുന്നു. എന്നാൽ കിങ് H1ലേക്ക് സിമ്പിളായി മാറ്റിയതിന് ശേഷം മാഗ്നസിന് പ്രത്യേകിച്ച് നല്ല മൂവ്സ് ഒന്നും ഇല്ല. കാരണം ഇവിടെ അടുത്ത മൂവിൽ റൂക്ക് ടേക്സ് പോൺ ചെക്ക് വരും. അതോടുകൂടി വളരെ വലിയൊരു അറ്റാക്ക് ഇവിടെ മാഗ്നസിനെതിരെ ഗുകേഷിന് കളിക്കാൻ സാധിക്കും. കാരണം നൈറ്റ് അറ്റാക്കിൽ വരും, മറ്റേ നൈറ്റ് കൂടി അറ്റാക്കിൽ ജോയിൻ ചെയ്യും. അതുമാത്രമല്ല ക്വീനും റൂക്കും കോമ്പിനേഷൻ 7th റാങ്കിൽ. അത് മാത്രമല്ല ഇവിടെ E6ലുള്ള പോൺ മാർച്ച് ചെയ്തുകൊണ്ട് പിന്നീട് എൻഡ് ഗെയിമിൽ ക്വീനായി മാറുകയും ചെയ്യും. അങ്ങനെ 2 പോണുകളെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് വെറും 16 വയസ്സിൽ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഗുകേഷിൻ്റെ അതിഗംഭീരമായ ഒരു അറ്റാക്കിംഗ് ഗെയിമാണ് കണ്ടത്. ഇവിടെ മാഗ്നസിൻ്റെ ഫ്രഞ്ച് ഡിഫൻസിനെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ഗുകേഷിൻ്റെ അതിവിദഗ്ധമായ അറ്റാക്കിംഗ് കോമ്പിനേഷൻ. എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കാൻ മറക്കരുത്. ഗുകേഷിൻ്റെ അറ്റാക്കിംഗ് വീഡിയോസ് നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം. താങ്ക് യു.